ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് പാർട്ട് 3. പാർട്ട് 1 പാർട്ട് 2 കണ്ട ശേഷം മാത്രമേ പാർട്ട് 3 കാണാൻ പാടുള്ളൂ. പാർട്ട് 1 പഠിച്ച കാര്യങ്ങൾ ഓർത്തുകൊണ്ട് അത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടാണ് പാർട്ട് 3 കടക്കേണ്ടത്. ഓക്കെ, പാർട്ട് 1 പാർട്ട് 2 കണ്ട ശേഷം പാർട്ട് 3 കാണുക. പാർട്ട് 1 പാർട്ട് 2 നമ്മൾ നോക്കിയത് ഡെഫിനിഷൻ ഓഫ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്. സൈൻ എക്സ് ഈക്വൽ ടു വൈ ആണെങ്കിൽ ഇൻവേഴ്സ് വരുന്നത് എക്സ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് വൈ. അതായത് സൈൻ എക്സ് എക്സിനെ വൈയിലേക്ക് മാപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ സൈൻ ഇൻവേഴ്സ് എക്സ് വൈനെ എക്സിലേക്ക് മാപ്പ് ചെയ്യും. അതായത് നേരെ തിരിച്ച്. ഓക്കെ, സൈൻ എക്സിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് സൈൻ ഇൻവേഴ്സ് എക്സ് വരുന്നത്. സൈൻ എക്സ് എക്സ് ടു വൈ, സൈൻ ഇൻവേഴ്സ് എക്സ് മാപ്സ് വൈ ടു എക്സ്. പിന്നീട് നമ്മള് സൈൻ ഇൻവേഴ്സ്, കോസ് ഇൻവേഴ്സ് എക്സെട്ര ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന്റെ ഡൊമെയിൻ ആൻഡ് റേഞ്ച് ആണ് പഠിച്ചത്. സൈൻ ഇൻവേഴ്സ് എക്സ് ഡൊമെയിൻ ക്ലോസ്ഡ് ഇന്റർവൽ -1 1, റേഞ്ച് ക്ലോസ്ഡ് ഇന്റർവൽ -π/2 π/2. So principal value branch of sin inverse x is closed interval -π/2 π/2. Principal value branch of tan inverse x is open interval -π/2 π/2. Principal value branch of cosec inverse x is closed interval -π/2 π/2 minus set 0. ഓക്കെ, ഈ മൂന്നെണ്ണം ഒന്നിച്ച് പഠിച്ചു വെച്ചേക്കണം. കോസ് ഇൻവേഴ്സ് എക്സ് ക്ലോസ്ഡ് ഇന്റർവൽ 0π, കോട്ട് ഇൻവേഴ്സ് എക്സ് ഓപ്പൺ ഇന്റർവൽ 0π, സീക്ക് ഇൻവേഴ്സ് എക്സ് ക്ലോസ്ഡ് ഇന്റർവൽ 0π മൈനസ് സെറ്റ് π/2. ഓക്കെ, സൈൻ ഇൻവേഴ്സ് എക്സ്, ടാൻ ഇൻവേഴ്സ് എക്സ്, കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ഇതിന്റെ പ്രിൻസിപ്പൽ വാല്യൂ വരുന്നത് ഫസ്റ്റ് ആൻഡ് ഫോർത്ത് ക്വാഡ്രന്റിൽ. കോസ് ഇൻവേഴ്സ് എക്സ്, കോട്ട് ഇൻവേഴ്സ് എക്സ്, സീക്ക് ഇൻവേഴ്സ് എക്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ വരുന്നത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്വാഡ്രന്റിൽ. ഓക്കെ, പ്രിൻസിപ്പൽ വാല്യൂ തേർഡ് ക്വാഡ്രന്റിൽ വരുന്നില്ല. ആ കാര്യം കൂടി ഒന്നിവിടെ ഓർത്തു വെച്ചേക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്രാഫ് ഓഫ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷന്റെ ഗ്രാഫിലെ ഒരു പോയിന്റ് XY എന്ന് പറഞ്ഞ ഫോമിലാണെങ്കിൽ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷന്റെ ഗ്രാഫിൽ വരുന്ന പോയിന്റ്സ് YX എന്ന് പറഞ്ഞ ഫോമിലാണ്. അതായത് XYനെ നമ്മൾ YXലേക്ക് മാറ്റണം. ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷന്റെ ഗ്രാഫ് കിട്ടാൻ ഇവിടുത്തെ ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ്സ് XY ഉള്ളതിനെ ഇവിടെ നമ്മൾ എങ്ങനെ മാറ്റണം? YX ആക്കിയിട്ട് മാറ്റണം. ഇത് നമ്മൾ ജിയോജിബ്ര വെച്ചിട്ട് മനസ്സിലാക്കാം. ജിയോജിബ്ര ഫയൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണുന്ന ഗ്രാഫ് സൈൻ എക്സിന്റെ ഗ്രാഫ് ആണെന്ന് നമുക്കറിയാം. ഡൊമെയിൻ നമ്മൾ ചെറുതാക്കി. ഓക്കെ, ഡൊമെയിൻ ചെറുതാക്കിയിട്ട് ക്ലോസ്ഡ് ഇന്റർവൽ -π/2 π/2 എടുത്തിട്ടുണ്ട്. റേഞ്ച് ക്ലോസ്ഡ് ഇന്റർവൽ -1 1. This function is both 1 1 and on 2, so we can find its inverse. Sin inverse x നമുക്കിപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ട് സൈൻ എക്സ് എന്ന് പറഞ്ഞ ഗ്രാഫിന്റെ മുകളിൽ ഇരിക്കുന്ന പോയിന്റ് XY ആണെങ്കിൽ സൈൻ ഇൻവേഴ്സ് എക്സിന്റെ മുകളിൽ ഇരിക്കുന്ന പോയിന്റ് YX ആണ്. ഞാൻ ഇവിടെ ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഗ്രാഫിന്റെ മുകളിൽ ഒരു പോയിന്റ് എടുത്തിട്ടുണ്ട്. A എന്ന് പറഞ്ഞ പോയിന്റ് ആണ്. ഈ ഗ്രാഫിന്റെ മുകളിൽ വരുന്ന പോയിന്റ് എടുക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഇൻപുട്ട് ബാറിൽ P(A) കൊടുക്കുക. P(x) ആണ് ഇവിടുത്തെ ഫംഗ്ഷൻ. സോ P(A). വീഡിയോ ലാബ് 1 ഇത് വിവരിച്ചിട്ടുണ്ട്. വീഡിയോ ലാബ് 1 കാണാത്ത കുട്ടികൾ അത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഗ്രാഫിന്റെ മുകളിലൂടെ പാസ് ചെയ്യുന്ന പോയിന്റിനെ എങ്ങനെ എടുക്കാന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഈ പോയിന്റ് ഗ്രാഫിന്റെ മുകളിലൂടെ മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ. സ്ലൈഡർ മൂവ് ചെയ്യുമ്പോൾ പോയിന്റ് ഗ്രാഫിലൂടെ മൂവ് ചെയ്യും. ഓക്കെ, ഇപ്പൊ എടുത്ത പോയിന്റ് ഇവിടെ ഇരിക്കുന്ന ഈ പോയിന്റ് 1.571. അതായത് 1.57 is approximate value of π/2. Sin π/2 is 1. സൈൻ ഇൻവേഴ്സ് എക്സിൽ വരുന്ന പോയിന്റ് 1.57 ആണ്. അതായത് ഇത് XY ആണെങ്കിൽ സൈൻ ഇൻവേഴ്സ് എക്സിൽ YX എന്ന് പറഞ്ഞ പോയിന്റ് വരണം. അതായത് ഈ പോയിന്റിന്റെ റിഫ്ലക്ഷൻ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. അതിനു വേണ്ടിയിട്ട് Y = X എന്ന് പറഞ്ഞ ലൈൻ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. Y = X. ഇവിടെ നമുക്കൊരു ടൂൾ ഉണ്ട്, റിഫ്ലക്ട് എബൌട്ട് ലൈൻ. ഓക്കെ, ആ ടൂള് സെലക്ട് ചെയ്യുക. ക്ലിക്ക് ഓൺ ദിസ് പോയിന്റ് ആൻഡ് ഓൺ ലൈൻ Y = X. എയുടെ റിഫ്ലക്ഷൻ A' നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഈ പോയിന്റ് A എന്ന് പറഞ്ഞ പോയിന്റ് 1.571 ആണെങ്കിൽ A' 1.57. ഇത് XY ആണെങ്കിൽ ഇത് YX.
സ്ലൈഡർ മൂവ് ചെയ്താൽ ഈ ഗ്രാഫിലൂടെ പാസ് ചെയ്യും. അതുപോലെ തന്നെ എ ഡാഷ് പോയിന്റ്സ് നമുക്ക് കിട്ടും, കറസ്പോണ്ടിങ് ആയ റിഫ്ലക്ഷൻ പോയിന്റ്സ് കിട്ടും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എ ഡാഷിന് ട്രേസ് ഓൺ കൊടുക്കാം. ട്രേസ് ഓൺ കൊടുത്തിട്ട് സ്ലൈഡറിന് അനിമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടുന്ന ഈ ഗ്രാഫാണ് സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫ്. തിക്നെസ് ഒരുപാട് കൂടുതലായതുകൊണ്ട് നമുക്കതിനെ ഒന്ന് മാറ്റിയെടുക്കാം. സ്റ്റൈൽ എടുക്കാം, പോയിന്റ് സൈസ് കുറച്ചു കൊടുക്കാം. കൺട്രോൾ F കൊടുത്തു കഴിഞ്ഞാൽ ട്രേസ് മാഞ്ഞു പോകും. ഇനി നമ്മൾ ഇതിന് സ്ലൈഡറിന് അനിമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫ് കിട്ടും. സൈൻ എക്സിന്റെ ഗ്രാഫിനെ ഇപ്പൊ ഞാൻ ഹൈഡ് ചെയ്തു. സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫാണ് ഇപ്പൊ ഇവിടെ കാണുന്നത്. Okay, A dash is a point on sin inverse x. Sin x ന്റെ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ x ആക്സിസിൽ ആംഗിളും y ആക്സിസിൽ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ് എടുക്കുന്നത്. പക്ഷെ സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് x ആക്സിസിൽ റിയൽ നമ്പേഴ്സും y ആക്സിസിൽ നമ്മൾ ആംഗിൾ എടുക്കണം. അതിന് ഗ്രാഫിക്സ് സെലക്ട് ചെയ്യുക. ഗ്രാഫിക്സ് x ആക്സിസ് ഡിസ്റ്റൻസ് π/2 ഇതിനെ മാറ്റിയിട്ട് 1 എടുക്കുക. y ആക്സിസിൽ ഡിസ്റ്റൻസ് ആംഗിൾ π/2 ആയിട്ട് മാറ്റാം. ഓക്കെ, so sin inverse x from closed interval -1 1 domain closed interval -1 1. Okay, x എടുക്കുന്ന values -1 1, y values -π/2 to π/2, ranges closed interval -π/2 π/2. ഇനി നമ്മൾ ജിയോജിബ്രയിൽ സൈൻ ഇൻവേഴ്സ് എക്സ് വരക്കേണ്ടത് a sin x. ഇൻപുട്ട് ബാറിൽ a sin x കൊടുത്തു കഴിഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫ് കിട്ടും. ഓക്കെ, ഇൻപുട്ട് ബാറിൽ a sin x എന്ന് കൊടുത്താൽ മതി. h of x സൈൻ ഇൻവേഴ്സ് x, ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഇനി നമ്മൾ cos എക്സിന്റെ ഗ്രാഫ് ആണ് ഇപ്പോൾ കാണുന്നത്. cos എക്സിന്റെ ഗ്രാഫ്, ഇതിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ റിഫ്ലക്ട് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. റിഫ്ലക്ട്. ഓക്കെ, ഇതാണ് cos ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫ്. cos inverse x. Domain is closed interval -1 1. Range is 0 pi. Okay, ഗ്രാഫ് നമ്മൾ മനസ്സിൽ ഓർത്ത് വെച്ചോളണം. ഈ ഗ്രാഫ് എല്ലാം നോട്ട് ബുക്കിൽ നന്നായിട്ട് വരച്ചു വെക്കുക. ഗ്രാഫ് നന്നായിട്ട് പഠിച്ചു വെക്കുക. അടുത്തത് tan എക്സിന്റെ ഗ്രാഫ്. tan എക്സിന്റെ ഗ്രാഫ് ആണ്. നമ്മൾ ഇതിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ റിഫ്ലക്ട് ടൂൾ ഉപയോഗിക്കുന്നു. Click on graph, click on y equal to x. Tan x ന്റെ ഗ്രാഫ് ഹൈഡ് ചെയ്ത് വെക്കാം. ഇതാണ് ഇൻവേഴ്സ്, tan ഇൻവേഴ്സ് x ന്റെ ഗ്രാഫ്. ഓക്കെ, ഡൊമെയിൻ is set of all real numbers. Set of all real numbers is the domain and the range is open interval -π/2 π/2. -π/2 π/2 റേഞ്ചിന്റെ അകത്ത് ഉണ്ടാവില്ല. range is open interval -π/2 π/2. അടുത്തത് കൊസീക് എക്സിന്റെ ഗ്രാഫ്. അതിന്റെ ഇൻവേഴ്സ് കാണാൻ റിഫ്ലക്ട് ടൂൾ ഉപയോഗിക്കുക. ക്ലിക്ക് ഓൺ ഗ്രാഫ് ആൻഡ് y ഈക്വൽ ടു x. ഇതാണ് കൊസീക് ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫ്. ഇവിടെ നമുക്ക് കാണാം -1 മുതൽ 1 വരെ ഈ ഒരു റീജിയനിൽ ഗ്രാഫ് ഇല്ല. ഈ എക്സ് വാല്യൂസ് ഒന്നും കൊസീക് ഇൻവേഴ്സ് എക്സ് എടുക്കുന്നില്ല. അതായത് ഡൊമെയിൻ എന്തായിരിക്കും? r മൈനസ് ഓപ്പൺ ഇന്റർവൽ -1 1. ഓക്കെ, റേഞ്ച് ക്ലോസ്ഡ് ഇന്റർവൽ -π/2 π/2 -0. ഈ 0 എന്ന് പറഞ്ഞ വാല്യൂ y ഈക്വൽ ടു 0 റേഞ്ചിന്റെ അകത്ത് വരുന്നില്ല. റേഞ്ച് ഈക്വൽ ടു ക്ലോസ്ഡ് ഇന്റർവൽ -π/2 π/2 -0. അടുത്തത് സീക്ക് എക്സ്.
sec x reflect sec inverse x ന്റെ ഗ്രാഫ്. ഓക്കെ, ഇതാണ് sec inverse x ന്റെ ഗ്രാഫ് വരുന്നത്. ഇവിടെയും നോക്കിയാൽ നമുക്ക് മനസ്സിലാകും -1 മുതൽ 1 വരെയുള്ള വാല്യൂസ്, ഈ വാല്യൂസ് ഒന്നും എക്സ് വാല്യൂ ആയിട്ട് എടുക്കുന്നില്ല. സോ ഡൊമെയിൻ ഇസ് r മൈനസ് ഓപ്പൺ ഇന്റർവൽ -1 1. റേഞ്ച് 0 to pi മൈനസ് സെറ്റ് π/2. ഓക്കെ, y വാല്യൂ π/2 ഇവിടെ എടുക്കുന്നില്ല. ഈ വാല്യൂവിനെ y ഈക്വൽ ടു π/2 എന്ന് പറഞ്ഞ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇത് ഇതിന്റെ അടുത്തേക്ക് പോകും, പക്ഷെ ആ ലൈനിനെ ഒരിക്കലും ടച്ച് ചെയ്യില്ല. ഓക്കെ, സോ റേഞ്ച് ഓഫ് sec inverse x is closed interval 0 pi മൈനസ് π/2. ഇനി ഒരു ഫംഗ്ഷന്റെ ഇൻവേഴ്സും കൂടി കണ്ടുപിടിക്കാനുണ്ട്, കോട്ട് ഇൻവേഴ്സ് എക്സ്. ഇനി കോട്ട് എക്സിന്റെ ഇൻവേഴ്സും കൂടിയാണ് നമ്മൾ കണ്ടുപിടിക്കാനിരിക്കുന്നത്. റിഫ്ലക്ട് ടൂൾ സെലക്ട് ചെയ്യുക, ക്ലിക്ക് ഓൺ ഗ്രാഫ്, ക്ലിക്ക് ഓൺ y ഈക്വൽ ടു എക്സ്. കോട്ട് ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫ്. ഓക്കെ, എക്സ് ആക്സിസിൽ വരുന്ന എല്ലാ പോയിന്റ്സും എക്സ് വാല്യൂ ആയിട്ട് ഈ ഗ്രാഫിൽ വരുന്നുണ്ട്. സോ ഡൊമെയിൻ ഇസ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. റേഞ്ച് ഗ്രാഫ് നോക്കിയേ, ഇവിടെ മുതൽ ഈ പൈ വരെയാണ് ഇരിക്കുന്നത്, പക്ഷെ 0-ൽ ടച്ച് ചെയ്യൂല. അതുപോലെ ഇവിടെ ഒരു ലൈൻ വരച്ചാൽ, പൈയിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ വരച്ചാൽ ആ ലൈനിനെയും ഗ്രാഫ് ടച്ച് ചെയ്യുന്നില്ല. സോ റേഞ്ച് ഇസ് ഓപ്പൺ ഇന്റർവൽ 0 pi. 6 ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന്റെയും ഗ്രാഫ് നമ്മൾ വരച്ചു കഴിഞ്ഞു. സൈൻ ഇൻവേഴ്സ് എക്സ്, കോസ് ഇൻവേഴ്സ് എക്സ്, ടാൻ ഇൻവേഴ്സ് എക്സ്, കൊസീക് ഇൻവേഴ്സ് എക്സ്, സീക് ഇൻവേഴ്സ് എക്സ്, കോട്ട് ഇൻവേഴ്സ് എക്സ്. ഇനി വരുന്നത് പ്രോബ്ലം സെക്ഷൻ ആണ്. ഈ ചാപ്റ്ററിൽ വരുന്ന പ്രോബ്ലംസ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയ പാർട്ടാണ്. ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനേക്കാളും മുന്നേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് വാല്യൂസ് കണ്ടുപിടിക്കാൻ അറിയണം. ഫസ്റ്റ് ഇയർ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, എന്നാലും ഒന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പൊ വാല്യൂസ് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങൾ ഇവിടെ ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്. അതായത് ആദ്യത്തത് പ്ലസ് സൈൻ വരക്കാം, 0 0 1 -1 അതിൽ എഴുതി വെക്കാം. ഇവിടെ ഈ കാണുന്ന 0 മുതലാണ് നമ്മൾ സൈൻ എക്സിന്റെ വാല്യൂ തുടങ്ങുന്നത്. ഓക്കെ, പ്ലസ് സൈൻ വരച്ചിട്ട് 0 0 1 -1 അതിൽ എഴുതി വെക്കണം. സൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. സൈൻ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് ആംഗിൾ 0, സൈൻ 0 0. ഇവിടെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആംഗിൾ π/2, സൈൻ π/2 1, സൈൻ π 0, സൈൻ 3 π/2 -1, സൈൻ 2 π 0. കോസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1 വെച്ചിട്ടാണ്. കോസ് 0 1, കോസ് π/2 0, കോസ് π -1 എക്സെട്ര. ഇതുപോലെയാണ് വാല്യൂസ് പോകുന്നത്. ഓക്കെ, ഇതെല്ലാം നോട്ടിലൊന്ന് നന്നായിട്ട് എഴുതി വെച്ചേക്കണം, നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം. അതുപോലെ ഈ ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ ഒട്ടുമിക്ക വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇക്വിലാറ്റർ ട്രയാങ്കിളിന്റെ പകുതി പാർട്ടാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇക്വിലാറ്റർ ട്രയാങ്കിൾ വരുന്ന ആംഗിൾ 60 ഡിഗ്രി, 60 ഡിഗ്രി π/3. ഓക്കെ, 60 ഡിഗ്രി ഈക്വൽ ടു π/3. സൈഡ്സ് 2 1 √3. ഓക്കെ, 2ന്റെ ഹാഫ് ആണ് ഇവിടെ വരുന്നത് 1. പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ ഇവിടെ √3 കിട്ടും. റൂട്ട് ഓഫ് 4 - 1 √3. സൈൻ π/3 ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, സൈൻ π/3 is √3/2. സൈൻ π/6 ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് 1/2, സൈൻ π/6 is 1/2. ഇനി കോസ് വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്താണ്? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, കോസ് π/3 1/2, കോസ് π/6 √3/2. ഇപ്പൊ സൈനിന്റെയും കോസിന്റെ വാല്യൂസ് അറിയാമെങ്കിൽ ബാക്കി വരുന്ന 4 ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന്റെ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ടാൻ is സൈൻ ബൈ കോസ്, കോട്ട് is കോസ് ബൈ സൈൻ, കൊസീക് 1 സൈൻ, സീക് 1 കോസ്. ആ റിലേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ബാക്കി വരുന്ന 4 ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന്റെയും വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കണം. ഇനി ഇവിടെ നമ്മളൊരു ട്രയാങ്കിൾ ഉപയോഗിച്ചിട്ടുണ്ട്, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഓക്കെ, ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആണ് 1 1. പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ്, ഇതിന്റെ ലെങ്ത് √2 എന്ന് കിട്ടും. ഇവിടെ ആംഗിൾ π/4 π/4, രണ്ട് സൈഡ് ഈക്വൽ ആണ്, രണ്ട് ആംഗിൾ ഈക്വൽ ആയിരിക്കും. ഇവിടെ 90 ഡിഗ്രി, ഇവിടെ π/4 π/4 45 ഡിഗ്രി. ഓക്കെ, നൗ സൈൻ π/4 ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് 1/√2, കോസ് π/4 1/√2. So tan π/4 is 1/√2 divided by 1/√2 1. Cot π/4 1/tan π/4 which is 1. ഇപ്പൊ ഈ വാല്യൂസും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇത് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രോബ്ലംസും നമുക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും.
ഇതിന്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ സോൾവ് ചെയ്യുന്ന പ്രോബ്ലംസ് സൈൻ ഇൻവേഴ്സ് റൂട്ട് 3/2, സൈൻ ഇൻവേഴ്സ് 1/2, കോസ് ഇൻവേഴ്സ് റൂട്ട് 3/2, കോസ് ഇൻവേഴ്സ് 1/2, ടാൻ ഇൻവേഴ്സ് റൂട്ട് 3, ടാൻ ഇൻവേഴ്സ് 1/√3, കോട്ട് ഇൻവേഴ്സ് റൂട്ട് 3, കോട്ട് ഇൻവേഴ്സ് 1/√3. ഇപ്പൊ സൈൻ ഇൻവേഴ്സ് റൂട്ട് 3/2ന്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സൈൻ ഇൻവേഴ്സ് റൂട്ട് 3/2 നമ്മൾ ആലോചിക്കേണ്ടത് സൈൻ ഓഫ് ഏത് ആംഗിൾ കൊടുത്താലാണ് റൂട്ട് 3/2 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടുന്നത്. സൈൻ ഇവിടെ എന്ത് കൊടുത്താലാണ് റൂട്ട് 3/2. സൈൻ ഇസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ റൂട്ട് 3/2 വരണമെങ്കിൽ ആംഗിൾ എന്താണ് π/3. സൈൻ π/3, സൈൻ π/3 is റൂട്ട് 3/2. So what is sin inverse of root 3/2? π/3. ഓക്കെ, ഇതുപോലെ നമുക്ക് വളരെ പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. സെക്കൻഡ് വൺ സൈൻ ഇൻവേഴ്സ് 1/2. നമ്മൾ ആലോചിക്കേണ്ടത് സൈൻ എന്ത് ആംഗിൾ കൊടുത്താലാണ് നമുക്ക് 1/2 കിട്ടുന്നത്. സൈൻ എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ 1/2 വരണമെങ്കിൽ നമ്മൾ എടുക്കേണ്ട ആംഗിൾ എന്തായിരിക്കും π/6. സൈൻ π/6 is 1/2. ഇവിടെ വരുന്ന ആംഗിൾ π/6. സൈൻ π/6 is 1/2. So sin inverse of 1/2 is π/6. രണ്ട് പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞു. മൂന്നാമത്തെ പ്രോബ്ലം കോസ് ഇൻവേഴ്സ് റൂട്ട് 3/2. നമ്മൾ ആലോചിക്കേണ്ടത് കോസ് ഏത് ആംഗിൾ കൊടുത്താൽ റൂട്ട് 3/2 കിട്ടും. കോസ് is adjacent side by hypotenuse. റൂട്ട് 3/2 കിട്ടണമെങ്കിൽ നമ്മൾ എടുക്കേണ്ട ആംഗിൾ π/6. cos π/6 root 3/2. So cos inverse of root 3/2 is π/6. Now next is cos inverse 1/2. cos ഏത് ആംഗിൾ എടുത്താലാണ് നമുക്ക് 1/2 എന്ന് പറയുന്ന വാല്യൂ കിട്ടുന്നത്. അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ 1/2 കിട്ടണമെങ്കിൽ നമ്മൾ എടുക്കേണ്ട ആംഗിൾ π/3. cos π/3 is 1/2. So cos inverse of 1/2 is π/3. Now next is tan inverse root 3. Tan inverse root 3. Tan is opposite side by adjacent side. So root 3 is root 3/1. Tan ഏത് ആംഗിൾ കൊടുത്താലാണ് root 3/1 opposite side by adjacent side π/3. Okay, π/3. So tan inverse of root 3 is π/3. Tan inverse 1/√3. Now tan 1/√3 കിട്ടണം. tan theta equal to 1/√3. 1 is opposite side, root 3 is adjacent side. So angle is π/6. So tan inverse of 1/√3 is π/6. Cot inverse root 3. Cot ഏത് ആംഗിൾ കൊടുത്താൽ root 3 is root 3/1. And we know that cot is adjacent side by opposite side. Okay, adjacent side by opposite side. Adjacent side root 3 ആവണം, opposite side 1 ആവണം. ഏത് ആംഗിൾ π/6. cot π/6 is root 3/1. So cot inverse of root 3 is π/6. cot inverse of 1/√3. cot ഏത് ആംഗിൾ കൊടുത്താൽ 1/√3 കിട്ടും. cot is adjacent side divided by opposite side. അപ്പൊ adjacent side 1ഉം opposite side root 3 ആവണം. അപ്പൊ അത് ഏത് ആംഗിളാ π/3. So cot inverse of 1/√3 is π/3. ഓക്കെ, ഈ 8 പ്രോബ്ലംസ് ഇപ്പൊ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സൈൻ ഇൻവേഴ്സ് 1/√2, കോസ് ഇൻവേഴ്സ് 1/√2, ടാൻ ഇൻവേഴ്സ് 1, കോട്ട് ഇൻവേഴ്സ് 1. 1/√2 വരണം. നമുക്കറിയാം സൈൻ π/4. സൈൻ π/4 is 1/√2. സൈൻ ഇൻവേഴ്സ് ഓഫ് 1/√2. സൈൻ ഏത് ആംഗിൾ കൊടുത്താലാണ് 1/√2 കിട്ടുന്നത്, അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമുക്കറിയാം സൈൻ π/4 is 1/√2. So sin inverse of 1/√2 is π/4. Cos inverse 1/√2. We know that cos π/4 is 1/√2. So cos inverse of 1/√2 is π/4. Tan inverse 1. Tan inverse 1. We know that tan π/4 is 1. So tan inverse of 1 is π/4.
cot inverse 1. Cot inverse of 1. Cot pi by 4 is 1. So cot inverse of 1 is pi by 4. അടുത്ത സെറ്റിൽ വരുന്ന പ്രോബ്ലംസ് സൈൻ ഇൻവേഴ്സ് 0, സൈൻ ഇൻവേഴ്സ് 1, കോസ് ഇൻവേഴ്സ് 0, കോസ് ഇൻവേഴ്സ് 1, കോസ് ഇൻവേഴ്സ് ഓഫ് -1, ടാൻ ഇൻവേഴ്സ് ഓഫ് 0. സൈൻ ഇൻവേഴ്സ് ഓഫ് 0 നമ്മൾ ആലോചിക്കേണ്ടത് സൈനിന് ഏത് ആംഗിൾ കൊടുക്കുമ്പോൾ വാല്യൂ 0 കിട്ടും. We know that sin 0, 0. So sin inverse of 0 equal to 0. Sin inverse of 1. Sin ഏത് ആംഗിളാ 1 പറയുന്ന വാല്യൂ എടുക്കുന്നത്? Sin pi by 2 is 1. So sin inverse of 1 is pi by 2. ഈ പ്ലസ് സൈൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വാല്യൂ കണ്ടുപിടിക്കാം. Cos inverse of 0. We know that cos pi by 2 equal to 0. So cos inverse of 0 equal to pi by 2. Cos inverse of 1. Cos inverse of 1. Cos 0 equal to 1. So cos inverse of 1 is 0. Now next is cos inverse of -1. Cos inverse of -1. What is cos pi? Cos pi is -1. So cos inverse of -1 is pi. അതിൽ ഒരു വാല്യൂ കൂടി ഉണ്ട്, tan inverse of 0. We know that tan 0 equal to 0. So tan inverse of 0 is equal to 0. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് x നെഗറ്റീവ് ആകുമ്പോൾ വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെ എന്നുള്ളതാണ്. x ഇവിടെ നെഗറ്റീവ് വാല്യൂ ആണ് എടുത്തിരിക്കുന്നത്. സൈൻ ഇൻവേഴ്സ് -1/2, സൈൻ ഇൻവേഴ്സ് √3/2, സൈൻ ഇൻവേഴ്സ് -1/√2. Sin inverse of -1/2. First problem, sin inverse of -1/2. We know that sin pi by 6 equal to 1/2 and sin of -x is minus sin x. So sin of minus pi by 6 is -1/2. Sin of -x is minus sin x. So sin of minus pi by 6 is -1/2. So sin inverse of -1/2 is minus pi by 6. Sin inverse of -1/2 is minus pi by 6. അതായത് ഫോർത്ത് ക്വാഡ്രന്റിൽ വരും. -1/2 വന്നു കഴിഞ്ഞാൽ വരുന്ന വാല്യൂ minus pi by 6. Sin inverse of -1/2 is minus pi by 6. Now next is sin inverse of √3/2. Sin inverse of -√3/2. ഇപ്പൊ നമുക്കറിയാം sin pi by 3 equal to √3/2 and sin of minus എടുത്തു കഴിഞ്ഞാൽ sin of minus pi by 3 is -√3/2. So what is sin inverse of -√3/2? Sin inverse of -√3/2 is minus pi by 3. Okay, ഇനി ഒരു പ്രോബ്ലം കൂടെ ഉണ്ട്. Sin inverse -1/√2. Sin inverse of -1/√2. Sin pi by 4. Sin pi by 4 is 1/√2. Sin of minus pi by 4 is -1/√2. So sin inverse of -1/√2 is minus pi by 4. ഇതൊരു പ്രോപ്പർട്ടി ആണ്. ഓക്കെ, ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷന്റെ ഒരു പ്രോപ്പർട്ടി ആണ്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ അതാണ് നോക്കാൻ പോകുന്നത്. സൈൻ ഇൻവേഴ്സ് ഓഫ് -x equal to minus sin inverse x. Sin inverse of -x is minus sin inverse x. അടുത്ത വീഡിയോയിൽ നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ഡിസ്കസ് ചെയ്യും. ഈ പാർട്ട് 3 നന്നായിട്ട് പഠിച്ച ശേഷം പാർട്ട് 4ലേക്ക് വരണം. നോട്ട്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷം പാർട്ട് 4 വാച്ച് ചെയ്യാം. ഓക്കെ, താങ്ക് യു.